ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നടന വിസ്മയം ലാലേട്ടന്റെ 2025-ലും 2026-ലുമായി റിലീസിന് എത്താൻ ചാൻസ് ഉള്ള ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ്. തുടരെ തുടരെ 2 ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ അടിച്ചുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 200 കോടി ക്ലബിൽ കയറിയ 2 ചിത്രങ്ങൾ, എമ്പുരാനും അതുപോലെ തന്നെ തുടരുമെന്ന ചിത്രവും. സത്യം പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി ലാലേട്ടൻ തൂക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കേരളക്കര ഒട്ടാകെ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയ ചിത്രമാണ് തുടരുമെന്ന ചിത്രം. ഇപ്പോഴും പല തിയേറ്ററുകളും ഹൗസ്ഫുള്ളാണ്. ബുക്ക് മൈ ഷോ പോലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്തിരുന്നാലും ഹൗസ്ഫുൾ ഷോകൾ നമുക്ക് കാണാൻ കഴിയും. 2025 തുടങ്ങുന്നത് തന്നെ ലാലേട്ടൻ നടന വിസ്മയത്തിൽ തീർത്ത ആറാട്ട് കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ലാലേട്ടൻ നിറഞ്ഞ് ആടുക തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ലാലേട്ടന്റെ അപ്കമിംഗ് മൂവീസിന്റെ എണ്ണവും ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ലാലേട്ടന്റെ വരാനായിട്ടുള്ള ചിത്രങ്ങളുടെ ലൈനപ്സ് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് വിഷ്ണു മഞ്ജു നായകനായിട്ട് എത്തുന്ന കണ്ണപ്പ എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ എത്തുന്നത്. കിരാത എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ എത്തുന്നത്. സത്യം പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളെ കൊണ്ട് നിറഞ്ഞാടുന്ന ഒരു ചിത്രമാണ് കണ്ണപ്പ. അക്ഷയ് കുമാർ, അതുപോലെ തന്നെ പ്രഭാസ്, പിന്നെ നമ്മുടെ ലാലേട്ടൻ, അങ്ങനെ പരിചയസമ്പന്നരായിട്ടുള്ള നടന്മാരുടെ ഒരു താണ്ഡവം തന്നെയായിരിക്കും കണ്ണപ്പ എന്ന ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോയിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. മാളവിക മോഹനാണ് ഈ ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത്. നിലവിൽ ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് MMMN എന്ന് താൽക്കാലികമായി പേരിട്ടിട്ടുള്ള മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. ഈ ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ ഒരു കാമിയോ റോളിലാണ് എത്തുന്നത്. ലാലേട്ടനും മമ്മൂക്കയ്ക്കും പുറമെ കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നുണ്ട്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് കിഷോർ സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രമായിട്ടുള്ള ഋഷഭയാണ്. വളരെ പ്രേക്ഷക ശ്രദ്ധ നേടാൻ കഴിയുന്ന ഒരു ചിത്രമാണ് ഋഷഭ എന്നാണ് വരുന്ന അപ്ഡേറ്റ്സ്. അടുത്ത ചിത്രം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ എത്തുന്ന റാം എന്ന ചിത്രമാണ്. നിലവിൽ ചിത്രത്തിന്റെ ചിത്രീകരണം നിർത്തിവച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ചിത്രീകരണം ഉടനെ തന്നെ തുടങ്ങുമെന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഈ ചിത്രങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ലാലേട്ടൻ തുടരുമെന്ന ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കാണാം. I'll just ask you about some of your upcoming films. Yeah. Tudarum is a crime thriller. It's a family drama. Kannappa, you're doing. Kannappa is a Right. That's a Telugu film. Right, and that's a small role for you. You're just doing a thing for that, right? Then another film called Rishabha. This is also a Telugu film. Then I almost started a film called Hridaya Purvam. That is Satyanandikat's film. Then my movie I have to shoot and complete. It's called Ram. Then we have a couple of films to start. Then you have the famous Mahesh Narayanan film. Yeah, Mahesh Narayan film is there. Yeah, it's called what? MMMN. Yeah. Not a title. Yes, it's Mammootty. Yes. Right. That's also started. അപ്പോ ലാലേട്ടൻ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെയാണ് ഈ ചിത്രങ്ങളെ പരാമർശിച്ചിട്ടുള്ളത്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ദിലീപ് നായകനായിട്ട് എത്തുന്ന ഫഫ് ഫഫ് ബ ഭയം ഭക്തി ബഹുമാനം എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഒരു കാമിയോ റോളിൽ എത്തുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. ഈ ചിത്രത്തിൽ ലാലേട്ടൻ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് എത്തുന്നത് എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ലാലേട്ടൻ അമൽ നീരദ് ചിത്രമാണ്. ചിത്രത്തിനെ കുറിച്ച് ഡിസ്കഷൻസ് നടന്നു എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നും നിലവിൽ വന്നിട്ടില്ല. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ലാലേട്ടൻ പൃഥ്വിരാജ് ചിത്രമാണ്. ചിത്രത്തിൽ ലാലേട്ടനും അതുപോലെ തന്നെ പൃഥ്വിരാജും ബ്രദേഴ്സ് ആയിട്ട് വരുന്ന ഒരു ചിത്രമാണെന്നുള്ള അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. ഈ ചിത്രം പൃഥ്വിരാജ് തന്നെയായിരിക്കും സംവിധാനം ചെയ്യുന്നത് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലസ്സി ലാലേട്ടൻ ചിത്രം വരുമെന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ രജനീകാന്ത് നായകനായിട്ട് എത്തുന്ന ജയിലർ 2, ജയിലർ 1-ലെ മാത്യൂസ് എന്ന കഥാപാത്രം ചെയ്തത് ലാലേട്ടനാണ്. അതുകൊണ്ട് തന്നെ ജയിലർ 2-വിൽ ലാലേട്ടൻ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. ആ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ലാലേട്ടൻ ജയിലർ 2-വിൽ ഉണ്ട് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉടനെ ആരംഭിക്കും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് പ്രിയദർശന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന 100ാമത്തെ ചിത്രം. ആ ചിത്രത്തിൽ ലാലേട്ടൻ നായകനായിട്ട് എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്.
ഈ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ കോമ്പിനേഷനിൽ വരുന്ന ചിത്രത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അനൗൺസ്മെന്റ് വന്ന ഒരു ചിത്രമാണ് ദൃശ്യം 3. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് മുൻപ് വന്നിട്ടുള്ളതാണ്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ദൃശ്യം 3യുടെ ഓരോ അപ്ഡേറ്റ്സും നോക്കിക്കാണുന്നത്. അതിന് കാരണം ദൃശ്യം 1ന്റെയും ദൃശ്യം 2ന്റെയും വൻ വിജയം തന്നെയാണ്. ദൃശ്യം 3യുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പോ എന്തായിരുന്നാലും ഈ ചിത്രത്തിന്റെയും കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ലൂസിഫർ ഫ്രാഞ്ചൈസിലെ 3ാമത്തെ ചിത്രമായിട്ടുള്ള അസ്രായേലിന്റെ അപ്ഡേറ്റ്സ് ആണ്. അസ്രായേൽ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാകും എന്നുള്ള പ്രൊഡ്യൂസറായിട്ടുള്ള ആന്റണി പെരുമ്പാവൂറും സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും എല്ലാം അപ്ഡേറ്റ്സ് ആയി തന്നിട്ടുള്ളതാണ്. പക്ഷെ അത് എപ്പോഴാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ലാലേട്ടൻ പറയും പോലെ ആ ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചിത്രം കൂടി വന്നാൽ മാത്രമേ ആ കഥ അവസാനിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്തായിരുന്നാലും അസ്രായേൽ എന്ന ഈ ചിത്രം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് തമിഴ് സൂപ്പർ സ്റ്റാർ ശിവകാർത്തികേയൻ നായകനായിട്ടെത്തുന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഒരു പ്രധാന വേഷത്തിൽ എന്ന് പറഞ്ഞാൽ ശിവകാർത്തികേയന്റെ അച്ഛന്റെ റോളിൽ ലാലേട്ടൻ എത്തുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നവാഗത സംവിധായകനായിട്ടുള്ള കൃഷാന്തും അതുപോലെ തന്നെ ലാലേട്ടനും ഒന്നിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. കൃഷാന്തിന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സ് തന്നിരിക്കുന്നത് മണിയംപിള്ള രാജുവാണ്. കാരണം ആ വരുന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായിട്ട് എത്തുന്നത് നമ്മുടെ മണിയംപിള്ള രാജുവാണ്. കൂടാതെ ലാലേട്ടൻ ജയരാജ് കൂട്ടുകെട്ടിൽ ഒരു ചിത്രം ഒരുങ്ങും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ ARM അഥവാ അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായിട്ട് ഒരു ചിത്രം ഒരുങ്ങും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. കൂടാതെ അധികം ഉറപ്പൊന്നും പറയാൻ പറ്റാത്ത ഒരു ചിത്രം കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന ചിത്രം വരും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അപ്പോ നിലവിൽ വന്നിട്ടുള്ള ഇത്രയും അപ്ഡേറ്റ്സുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുണ്ട്, ഫാമിലി എന്റർടൈനറുകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിലെ ചിത്രങ്ങളുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത്രയും ചിത്രങ്ങൾ റിലീസായി വരുമ്പോൾ 2026, 27, 28 അങ്ങനെ എല്ലാം ലാലേട്ടൻ തൂക്കും എന്നുള്ള കണക്കിനാണ് ചിത്രങ്ങളുടെ വരവ്. അപ്പോ എന്തായിരുന്നാലും ലാലേട്ടൻ മൂവീസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായി. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.